കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 5.0. നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് BLI 222 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ BLI 222, that is paper is Information Sources and Services. നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിൽ ബി അനലൈസിങ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് BLI 222. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തത്, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Introduction. This predictive guide distills the official BLI 222 syllabus and patterns from past term and examinations into forecast actionable study priorities. By aligning your revision to the most asked themes, formats, and mark distributions, you'll study smarter, concentrating on topics that repeatedly matter while staying faithful to IGNO's learning outcomes. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ സ്ട്രക്ചർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് there's a document road map. So first we'll be having the syllabus mapping. അതായത് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ കംപ്ലീറ്റ് സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമ്മൾ ബ്ലോക്ക് വൈസ് ഇഫ് യു ലുക്കിംഗ് ഇൻ ടു ബ്ലോക്ക് 1 is documentary sources, block 2 is non-documentary sources, block 3 information services, block 4 information use and user study. So ഓരോ ബ്ലോക്സിനകത്തും നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പർട്ടിക്കുലർ ടോപ്പിക്സുകൾ നമുക്ക് നോക്കണം, ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് മോർ ഇൻ ടു ദാറ്റ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എക്സാം പാറ്റേൺ അനാലിസിസ്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ എല്ലാം മാർക്സും സ്കീമുകളും എങ്ങനെയാണ് വരുന്നത്. സോ വിൽ ബി ബ്രേക്ക് ഡൗണിങ് ഓഫ് ദി പാർട്ട് 1, ദാറ്റ് ഇസ് essay ടൈപ്പ് ആണ്. സോ 10 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിനും ഉണ്ടാവുക. സോ അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദെൻ പാർട്ട് 2വിനകത്ത് വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. 5 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ 5 into 6 ആയിരിക്കും. സോ ഹിയർ വിൽ ബി റിക്കറിംഗ് കൺസ്ട്രക്ട്സുകൾ നോക്കും. ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ ബൈ യൂണിറ്റ് അക്രോസ് ജൂൺ ഓർ ഡിസംബർ സെഷൻസ് ഫ്രം 2022 to 2025. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ പ്രീവിയസ് TE പേപ്പേഴ്സിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. സോ ഹിയർ collated question stems like the primary, secondary, or tertiary sources, information literacy models, evaluation criteria for reference tools with frequency counts. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളും അതിന്റെ പ്രഡിക്ഷൻ ലെവൽസും കാര്യങ്ങളും പറയും. സോ എവിഡൻസ് ബേസ്ഡ് ലൈക്ലി Hertz for December TEE 2025, emphasizing high yield areas, anticipatory services, databases or aggregators, user studies and IL models along with the emerging angles. പിന്നെ നെക്സ്റ്റ് വരുന്നത് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമുക്കൊരു പ്രഡിക്റ്റീവ് പേപ്പർ ഉണ്ടാകും. അതിന്റെ ഒരു സാമ്പിൾ പേപ്പർ ആണത്. അതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, a practice paper mirroring the mark, style and read so you can rehearse under exam-like conditions. Then you have the model answers and marking scheme, concise exemplar responses with point allocation, cues to train depth, structure and illustration quality. ഇനി മെത്തഡോളജി, ഹൗ വി ബിൽഡ് ദിസ്. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോന്നിനെ നമ്മൾ അതിന്റെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ അതിനെ മാപ്പ് ചെയ്ത് ഓരോന്നിനകത്തും എത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയുള്ളതും അതിന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നതായിരിക്കും. സോ രണ്ടാമത് വരുന്ന സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ബ്ലോക്സ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് നമ്മൾ നോക്കും. സോ അതിൽ സ്കോറിംഗ് റൂൾസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വി ഹാവ് ദ റെലവൻസ് ബാൻഡ്സ്.
ഹൈ എന്ന് പറയുമ്പോൾ 10ന് മുകളിലാണെങ്കിൽ ആൻഡ് മീഡിയം എന്ന് പറയുന്നത് 5 between 5 and 9 ആൻഡ് ലോ എന്ന് പറയുന്നത് less than 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള പേപ്പേഴ്സ് ആണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 1 മാർക്കിന്റെ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലോക്ക് 1 നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അറിയാം അതൊരു ഏറ്റവും ലീസ്റ്റ് ഉള്ളത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 2 ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ഉം ഓൾമോസ്റ്റ് ഒരു സെയിം കൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് മാപ്പിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ ബ്ലോക്സിൽ നിന്നും ഓരോ ടൈമിലും എത്ര എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസിൽ നമുക്ക് ഓരോ ടോപ്പിക്സുകളും ആ ടോപ്പിക്സ് ആസ്പദമാക്കിയിട്ട് എത്ര തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ബ്ലോക്ക് 1 ഡോക്യുമെന്ററി സോഴ്സസ്. അതിലെ യൂണിറ്റ് 1 കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസിനകത്ത് കാറ്റഗറൈസേഷൻ ബെറംഗത്ത് എന്ന് പറയുന്നതിനകത്ത് ഒറ്റ തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 അഗൈൻ ഡോക്യുമെന്ററി സോഴ്സസിനകത്ത് കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസിനകത്ത് കാറ്റഗറൈസേഷൻ ബൈ സുബ്രഹ്മണ്യം, അതും അഗൈൻ 1 ടൈം ആണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രൈമറി സോഴ്സസിലെ പ്രൈമറി പീരിയോഡിക്കൽ ഫീച്ചേഴ്സ് ഓർ ടൈപ്സ് 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 2 അഗൈൻ പ്രൈമറി സോഴ്സസിലെ മറ്റൊരു ടോപ്പിക് ആണ് പേറ്റന്റ്സ് ഇൻഫർമേഷൻ കോണ്ടന്റ്സ്. അത് ഒറ്റ തവണയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 3 എടുക്കുകയാണെങ്കിൽ സെക്കൻഡറി ടെർഷറി സോഴ്സസിനകത്ത് ടെർഷറി സോഴ്സും ടൈപ്സും 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതേ യൂണിറ്റിലെ തന്നെ ബിബ്ലിയോഗ്രഫീസ് ടൈപ്സ് ഓർ കമ്പൈലേഷൻ 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 4 ക്രൈറ്റീരിയ ഓഫ് ഇവാലുവേഷൻ ആണെങ്കിൽ അതിൽ വരുന്ന ടോപ്പിക് ഇവാലുവേഷൻ ഡിക്ഷണറി ഒറ്റ തവണയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 അഗൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 4 ക്രൈറ്റീരിയ ഓഫ് ഇവാലുവേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന ടോപ്പിക് ആണ് ഇവാലുവേഷൻ ഇയർ ബുക്ക് ഓർ ആൽമനാക്ക് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 2 ആണെങ്കിൽ നോൺ ഡോക്യുമെന്ററി സോഴ്സസിലെ യൂണിറ്റ് 5നകത്ത് നമുക്ക് 2 ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആസ് സോഴ്സസിലെ ഇൻഫർമേഷൻ ഡിസമിനേറ്റേഴ്സ് റോളിൽ 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം അതേ ബ്ലോക്കിൽ അതേ യൂണിറ്റിനകത്തുള്ള പെരിഫറൽ ഇൻഫർമേഷൻ പ്രൊഫഷണൽസിൽ നിന്നും 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ അതേ ബ്ലോക്കിലെ യൂണിറ്റ് 6 ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഴ്സസിനകത്തെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലേൺ സൊസൈറ്റീസിന് 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അഗൈൻ സെയിം യൂണിറ്റിലെ ഇന്റർനാഷണൽ ഏജൻസീസ് യുനെസ്കോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 7 മീഡിയ സോഴ്സസിലെ 5 തവണ ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക് ആണ് മാസ് മീഡിയ കോമ്പണൻസ് ആൻഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ അതേ ബ്ലോക്കിൽ അതേ യൂണിറ്റിൽ മറ്റൊരു ടോപ്പിക് ആണ് മീഡിയ പേഴ്സൺസ് ആസ് സോഴ്സസിനകത്ത് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അഗൈൻ നമ്മൾ ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 10 ലിറ്ററേച്ചർ സെർച്ച് ആൻഡ് ഡേറ്റാബേസ് സർവീസസ്. അതിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡേറ്റാബേസസ് ഓർ ഡേറ്റാബേസ് സർവീസസിനകത്ത് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ അഗൈൻ നമ്മുടെ സെയിം ബ്ലോക്കിൽ സെയിം യൂണിറ്റിൽ ലിറ്ററേച്ചർ സെർച്ച് മാനുവൽ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡിനകത്തുനിന്നും 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേസമയം ബ്ലോക്ക് 3 യൂണിറ്റ് 8 ദാറ്റ് ഇസ് ഇൻഫർമേഷൻ സർവീസസ് ഓവർവ്യൂവിനകത്ത് നമുക്ക് വരുന്ന ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ നീഡ്സ്. 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. And again, unit 9 നമ്മൾ എടുക്കുകയാണല്ലോ we have types of services, reference CS etc. വെബ് ഓർ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസസ് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേ ബ്ലോക്കിൽ അതേ യൂണിറ്റിനകത്ത് മറ്റൊരു ടോപ്പിക് ആണ് വാല്യൂ ആഡഡ് ഇൻഫർമേഷൻ സർവീസസ് 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആണ് യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി. അതിൽ വരുന്ന ടോപ്പിക് ആണ് ഇൻഫർമേഷൻ ലിറ്ററസി കോൺസെപ്റ്റ് ഓഫ് മോഡൽസ് ഓഫ് സ്കിൽസിനകത്ത് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. Then again ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആണ് യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് യൂസർ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് മെത്തേഡ്സ് ഓർ ഇവാലുവേഷനകത്ത് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 12 ആണ് യൂസർ സ്റ്റഡീസ്. അതിൽ വരുന്ന ടോപ്പിക് ആണ് യൂസർ സ്റ്റഡീസ് കോൺസെപ്റ്റ് ഓർ ടെക്നീക്സ് ഓർ ലിമിറ്റേഷൻസ് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത്. ദെൻ വീണ്ടും നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 13 ആണ് ഇൻഫർമേഷൻ യൂസ് സ്റ്റഡീസിനകത്ത് വരുന്ന ടോപ്പിക് ആണ് ഇൻഫർമേഷൻ യൂസ് സ്റ്റഡി കോൺസെപ്റ്റ് ഓർ ടൈപ്സിനകത്ത് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത്. ദെൻ അഗെയിൻ നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ് മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ്. അതിൽ റെക്കറിംഗ് വരുന്ന ടോപ്പിക് ആണ് മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ് ഓർ 5 laws ലിങ്ക്. 4 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത്. Then again നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസിലെ മാർക്കറ്റിംഗ് മിക്സ് ഓർ മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് നിന്നും 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്.
അപ്പൊ നമുക്കിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ നമ്മുടെ ടോപ്പിക്സുകൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കും. ലൈക്ക് ഹൈ yield ടോപ്പിക്സ്, നമുക്ക് ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കുന്ന ടോപ്പിക്സിനെയാണ് നമ്മൾ ഹൈ yield ടോപ്പിക്സ് എന്ന് പറയാം. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും അധികം നമ്മളൊരു എംഫസിസ് കൊടുക്കേണ്ടുള്ള യൂണിറ്റ്സുകളാണ് യൂണിറ്റ് 10ഉം 11ഉം 14ഉം. ഓക്കെ, സോ ഇലക്ട്രോണിക് ഡേറ്റാബേസസ് ഓർ ഡേറ്റാബേസ് സർവീസസ്. അവിടെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ലൈക്ക് ദ ടൈപ്സ്, സർവീസസ്, അഗ്രിഗേറ്റേഴ്സ്, എമർജിംഗ് ട്രെൻഡ്സ് അപ്പിയേഴ്സ് അക്രോസ് മൾട്ടിപ്പിൾ സെക്ഷൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് യൂസർ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് ഓർ മെത്തേഡ്സ് ഇവാലുവേഷൻ. ഇത് ഫ്രം യൂണിറ്റ് നമ്പർ 11 ആണ്. ഇവിടെ നമുക്ക് ലോങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്തും ഷോർട്ട് ആൻസറിലും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് നമ്പർ 14 ആണ് മാർക്കറ്റിംഗ് മിക്സ് ഓർ മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് യു ഹാവ് കൺസിസ്റ്റന്റ് എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ലൈബ്രറീസ് ആണ്. പിന്നെ വരുന്ന റൈസിംഗ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റീസെന്റ് സെഷൻസിനെയാണ് നമ്മൾ റൈസിംഗ് ആംഗിൾസ് എന്ന് പറയാം. അവിടെ നമുക്ക് യൂണിറ്റ് നമ്പർ 9ഉം അതേപോലെ 6ഉം ഉണ്ട്. സോ യൂണിറ്റ് നമ്പർ 9 വി ഹാവ് വെബ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസസ് and value-added services and institutions and learned societies. They show sustained recurrence in 2024-25 sets, which is for the scenario-based questions ആണ് അവിടെ ഉള്ളത്. അടുത്ത് നമുക്ക് വരുന്ന കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് 10 മാർക്കിനായിരിക്കും. അവിടെ പറയുന്ന വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 500 വേർഡ്സ് ആണ്. സോ ഇറ്റ് ഓൾവേസ് അപ്പിയേഴ്സ് എസ് പാർട്ട് 1. നമ്മുടെ പാർട്ട് 1-നകത്ത് ഇത് ആൻസർ എനി 4 എന്നും പറഞ്ഞായിരിക്കും ഉണ്ടാവുക. സോ 4 ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യൻസിനും 10 മാർക്ക് വീതമാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് അനാലിറ്റിക്കൽ ആൻസർ എന്ന് പറയുമ്പോൾ 5 മാർക്കിനായിരിക്കും. സോ 250 വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് എന്ന് പറയുക. സോ ഇവിടെ ഇനി ആൻസർ ഇനി 6 ആണ്. അപ്പം 6 into 5 30 മാർക്സ്. പിന്നെ വരുന്ന ഡെഫിനേഷൻ ഓർ കോൺസെപ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് 5 മാർക്സിനാണ്. അപ്പൊ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ സ്റ്റെംസിലേക്ക് ഡിഫൈൻ വാട്ട് ഇസ് ദിസ് അല്ലെങ്കിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡെഫിനേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചെക്ക് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരിക. പിന്നെ വരുന്നതാണ് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ്. അത് 5 മാർക്സിനാണ്. സോ മാസ്കിംഗ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് എന്നോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻസ് നോർമലി ഉണ്ടാവുക. ഓക്കെ, സോ പാർട്ട് 1-നകത്ത് വരുന്ന ലോങ് ക്വസ്റ്റ്യൻസിന് ഒരു 500 വേർഡ്സും പാർട്ട് 2-ൽ വരികയാണെങ്കിൽ 280 വേർഡ്സും ആയിരിക്കും വേർഡ് കൗണ്ട് ഉണ്ടാവുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് എസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 10 മാർക്സ് ആണ്, 500 വേർഡ്സ് ഉണ്ടാവുക. അപ്പൊ വളരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പോയിന്റ്സുകളും സബ് പോയിന്റ്സുകളും അതിന് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് കൊടുക്കുക, ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ട്രക്ചേഴ്സും ആ എല്ലാ ഫേസറ്റ്സും ആർഗ്യുമെന്റ്സും എല്ലാം കവർ ചെയ്ത് വേണം എഴുതാനായിട്ട്. രണ്ടാമത് വരുന്നതാണ് ഷോർട്ട് അനലിറ്റിക്കൽ ആൻസർ എന്ന് പറയുമ്പോൾ 5 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക, 250 വേർഡ്സിലായിരിക്കും. സോ വളരെ കൺസൈസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കഷൻ പോലെ കൊണ്ടുവരിക. അപ്പൊ നമുക്കൊരു ഡെഫിനിഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. അത് മാത്രമല്ല അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സാമ്പിൾസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓർ കോൺസെപ്റ്റ് ചെക്ക് എന്ന് പറയുമ്പോൾ പ്രിസൈസ് ഡെഫിനിഷൻ, 2 to 3 കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലൈബ്രറി കോണ്ടെക്സ്റ്റ് എക്സാമ്പിളും അവിടെ കൊടുക്കുക. സോ ഇവിടെ ഒരു ക്ലാരിറ്റി നമ്മൾ കൃത്യമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് വേണം യു ഹാവ് ടു റൈറ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പിന്നെ വരിക. സോ അതിനകത്ത് 5 മാർക്സ് തന്നെയായിരിക്കും ചോദിക്കല്. സോ ടാബുലാർ ബേസ്ഡ് ടേബിൾ ബേസ്ഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ സ്റ്റേറ്റ് ദ ബേസിസ് ഓഫ് ദ കമ്പാരിസൺ ആൻഡ് അവിടെ നമുക്കൊരു 3 to 4 ക്രിസ്പ് ഡിസ്റ്റിങ്ഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-ൽ നമുക്ക് 14.9% ആയിരിക്കും, ബ്ലോക്ക് 2 ആണെങ്കിൽ 11.3. അപ്പൊ ടോട്ടലി എന്ന് പറയുമ്പോൾ 15.6 ആണ് ആവറേജ് വരുന്നത്. അപ്പൊ ടോട്ടൽ വരെ 22.3 ആണ്. അതേകാര്യം നമ്മുടെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഷെയർ 27.3-യും അതേസമയം നമ്മുടെ ബ്ലോക്ക് 4-നകത്ത് 21.1-ഉമാണ്.
സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 3യിലാണ് ഏറ്റവും നമുക്ക് ബ്ലോക്ക് 1-നകത്താണ് നമുക്ക് ഏറ്റവും അധികം തോന്നുന്നത് 29.3 ആണ്. ബ്ലോക്ക് 3യിൽ വരികയാണെങ്കിൽ 27 ആണ്. സോ ബ്ലോക്ക് 4ലാണെങ്കിൽ 21.1 ബ്ലോക്ക് 2 ആണെങ്കിൽ 22.3 ആയിരിക്കും. സോ ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു ഗ്രാമാറ്റിക്കൽ അനലൈസേഷൻ എന്ന് പറയാം. യെസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ്ങർ ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്മുടെ ഒരു പേപ്പറിന്റെ 57% പേപ്പർ വെയിറ്റേജ് കൊണ്ടുപോകുന്ന സെക്ഷനാണ് ലോങ് എസ്സേസ് എന്ന് പറയാം. അതേസമയം ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 26-നും 43-ക്കും ഇടയ്ക്കാണ് അത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് വരുന്നതിനകത്ത് ഏകദേശം ഒരു 5 to 15% നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 3 hours ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. 70 മാർക്ക് ടൈം പ്ലാൻ നമുക്ക് നോക്കുക. സോ ഒരു 180 minutes നമുക്ക് ടോട്ടൽ ഉണ്ടാകും. അതിൽ 110 minute നമ്മൾ പാർട്ട് 1-ന് കൊടുക്കാം. ഓക്കെ, ബാക്കി നമുക്ക് ഒരു 65 പാർട്ട് 2-ന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 5 minutes നമുക്ക് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ അലോക്കേറ്റ് ചെയ്യുന്നത് 110 minutes ടു പാർട്ട് 1. അവിടെ നമുക്ക് 4 ലോങ് എസ്സേസും ഉണ്ടാകും. നമുക്ക് കൃത്യമായിട്ട് എഴുതുക. പിന്നെ 65 minutes നമ്മൾ പാർട്ട് 2-ന് കൊടുക്കും. നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് 6 എണ്ണം ഉണ്ടാകും. സോ പിന്നെ നമ്മൾ 5 minutes ജസ്റ്റ് ഒന്ന് റിവൈസ് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. സോ പിന്നെ വേറെ നെക്സ്റ്റ് ടോപ്പിക് ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 തവണ ചോദിച്ചുള്ള 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഒന്നാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ഡിസമിനേറ്റേഴ്സ് ആസ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷനും. രണ്ടാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ലിറ്ററസി, ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് മോഡൽസ്. പിന്നെ നമുക്ക് വരുന്നത് 3 തവണ ചോദിച്ച 3 ക്വസ്റ്റ്യൻസുകളാണ്. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് യൂസർ എഡ്യൂക്കേഷൻ, ഡിസ്ക്രൈബ് ദ മെത്തേഡ്സ് ഓഫ് കണ്ടക്ടിങ് യൂസർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ലൈബ്രറീസ്. പിന്നെ 3 തവണ വന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കാറ്റഗറൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ സോഴ്സസ് ആസ് ഗിവൺ ബൈ S.R. രംഗനാഥൻ. പിന്നെ അതാണ് ഡിസ്കസ് ദ നീഡ് ഫോർ വാല്യൂ വാലിഡ് ഇൻഫർമേഷൻ സർവീസസ്. പിന്നെ 2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ദ സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. And the 7th one is what do you understand by anticipatory information services? Discuss them in detail. പിന്നെ വീണ്ടും നമുക്ക് 2 തവണ ചോദിച്ച വീണ്ടും ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതാണ് എക്സാമ്പിൾസ്. ഡിസ്കസ് ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി പീരിയോഡിക്കൽസ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ടൈപ്സ് ഓഫ് പ്രൈമറി പീരിയോഡിക്കൽസ് വിത്ത് എക്സാമ്പിൾസ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പെരിഫറൽ ഇൻഫർമേഷൻ പ്രൊഫഷണൽസ് ആസ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഡിസ്കസ് ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് കണ്ടൻസേഷൻ ടൈപ്പ് ഓഫ് സർവീസസ്. നമ്മൾ ഇതിന്റെ ഒരു ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് തന്നെ നമ്മുടെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ഡിസമിനേറ്റേഴ്സ് ആസ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 4 തവണ 10 മാർക്കായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ലിറ്ററസി, ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് മോഡൽസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 4 തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8.8 ആണ് ആവറേജ് മാർക്സ് എന്ന് പറയാം. പിന്നെ വേറെ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് യൂസർ എഡ്യൂക്കേഷൻ, അത് 3 തവണയാണ് 8.3 ആണ് ഒരു ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത്. Then discuss the categorization of information sources as given by S.R. രംഗനാഥൻ. 3 times ആണ് നമുക്കുള്ളത്. സോ ഒരു 8.3 ആണ് ഒരു ആവറേജ് മാർക്സ് എന്ന് പറയാം. പിന്നെ വരുന്നതാണ് ഡിസ്കസ് ദ നീഡ് ഫോർ വാല്യൂ വാലിഡ് ഇൻഫർമേഷൻ സർവീസസ്, ഒരു 3 times ആണ്, 5 ആണ് ആവറേജ് മാർക്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇസ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അഗൈൻ 2 തവണ ആവറേജ് 10 മാർക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ആന്റിസിപ്പേറ്ററി ഇൻഫർമേഷൻ സർവീസസ്, ഡിസ്കസ് ദം ഇൻ ഡീറ്റെയിൽ ആണെങ്കിൽ അതൊരു 2 തവണയാണ്. ആൻഡ് ഓൾസോ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ അതേ കണക്ക് തന്നെ സിമിലർ ആയിട്ട് വരുന്ന 2 തവണ ചോദിച്ചു 10 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഡിസ്ക്രൈബ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി പീരിയോഡിക്കൽസ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ടൈപ്സ് ഓഫ് പ്രൈമറി പീരിയോഡിക്കൽസ് വിത്ത് എക്സാമ്പിൾസ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പെരിഫറൽ ഇൻഫർമേഷൻ പ്രൊഫഷണൽസ് ആസ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഡിസ്കസ് ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് കണ്ടൻസേഷൻ ടൈപ്പ് ഓഫ് സർവീസസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ലെസ് ദാൻ 10 questions 27.8 എല്ലാം നമുക്കൊരു 7 പാരഗ്രാഫിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ സ്ട്രാറ്റജിക് ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ആൻസർ ടെംപ്ലേറ്റ്സ്, കീപ്പ് ഡെഫിനിഷൻ, 3 to 4 core points വരുത്തുക. പിന്നെ അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് കോൺട്രാസ്റ്റ് പ്ലേ ബുക്ക് ആണല്ലോ ഫോർ കാറ്റഗറൈസേഷൻ ഓർ കമ്പയർ ആണ്, നമ്മൾ ടേബിൾ പോലെ വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാസ്റ്റ് ചെയ്ത് ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ്. വരുമ്പോൾ നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ യൂസ് ആൻഡ് യൂസർ സ്റ്റഡീസിനകത്ത് യൂണിറ്റ് നമ്പർ 11 യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസിക്കകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്
ഇൻഫർമേഷൻ ലിറ്ററസി, കോൺസെപ്റ്റ് ഓഫ് മോഡൽസ് ഓഫ് സ്കിൽസിനകത്ത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. സോ പ്രൊബബിലിറ്റി 71.4%. അതേ വരുന്ന പെർസെന്റേജ് വരുന്ന മറ്റൊരു ടോപ്പിക് ആണ് ഫ്രം യൂണിറ്റ് നമ്പർ 14 ഓഫ് ബ്ലോക്ക് 4, മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ്. ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ് ഓർ മിക്സ് ഓർ സെഗ്മെന്റേഷൻ. നമ്മൾ ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 7 ഉണ്ട്, മീഡിയ ആൻഡ് സോഴ്സസിലെ മാസ് മീഡിയ കോമ്പണൻസ് ഡെഫിനിഷൻ നമുക്കൊരു 57.1% ആണ് അതിന്റെ പ്രോബബിലിറ്റി ഉള്ളത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 10 ലിറ്ററേച്ചർ സെർച്ച് ആൻഡ് ഡേറ്റാബേസ് സർവീസസ്, അതായത് ടോപ്പിക് ആണ് ഇലക്ട്രോണിക് ഡേറ്റാബേസസ് ഓർ ഡേറ്റാബേസ് സർവീസസ്, ദാറ്റ് ഇസ് 57.1%. സെയിം പെർസെന്റേജ് തന്നെയാണ് നമുക്ക് മറ്റൊരു ടോപ്പിക്കിനകത്ത് വരുന്ന ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 11 യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസിക്കകത്ത് വരുന്ന യൂസർ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് ഓർ മെത്തേഡ്സ് ഓർ ഇവാലുവേഷൻ. നമുക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 13 ആണ് ഇൻഫർമേഷൻ യൂസ് സ്റ്റഡീസിനകത്തുള്ള ഇൻഫർമേഷൻ യൂസ് സ്റ്റഡി കോൺസെപ്റ്റ് ടൈപ്പിനകത്ത് അഗൈൻ 57.1% പ്രോബബിലിറ്റി ഉള്ളത്. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 42.9% പ്രോബബിലിറ്റി വരുന്ന കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഹ്യൂമൻസ് ആൻഡ് സോഴ്സസിലെ ഇൻഫർമേഷൻ ഡിസബിലിറ്റീസ് റോൾ ആണ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരിക. രണ്ടാമത് വരുന്ന യൂണിറ്റ് നമ്പർ 6 ബ്ലോക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഴ്സസിനകത്ത് NGOs ഓർ ഇന്റർനാഷണൽ ഏജൻസീസ് ഓർ യുനെസ്കോ ആണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 3 നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ കണക്ക് 42.9% വരുന്നത് ഫ്രം യൂണിറ്റ് നമ്പർ 8 ഇൻഫർമേഷൻ സർവീസസ് ഓവർവ്യൂവില് റെസ്പോൺസീവ് വേഴ്സസ് ആന്റിസിപ്പേറ്ററി സർവീസസ് ഉണ്ട്. പിന്നെ അഗൈൻ ഫ്രം ദ സെയിം യൂണിറ്റ് യു ഹാവ് വെബ് ഓർ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസസ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 9 ടൈപ്സ് ഓഫ് സർവീസസ് റെഫറൻസ് CS എക്സെട്രയില വാല്യൂ ആഡഡ് ഇൻഫർമേഷൻ സർവീസസ് നമുക്ക് ഇതേ കണക്കുള്ള സെയിം 42.9 പ്രോബബിലിറ്റി പെർസെന്റേജ് ആണ്. പിന്നെ മറ്റൊരെണ്ണമാണ് ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 12 യൂസർ സ്റ്റഡീസ് കോൺസെപ്റ്റ് ഓർ ടെക്നിക്സ് ഓർ ലിമിറ്റേഷൻസ് ആണ് 42.9%. യെസ്, ഇനി നമുക്ക് ലോവർ ആയിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 28.6% ഓഫ് പ്രോബബിലിറ്റി വരുന്നതാണ്. ഏകദേശം നമുക്കൊരു 8-9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് 1 by 1 ടോപ്പിക്സുകൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് 1 നമുക്ക് 4 എണ്ണം ഉണ്ട്. അങ്ങനെ യൂണിറ്റ് 2 നിന്നും നമുക്ക് പ്രൈമറി പീരിയോഡിക്കൽസ് ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് എന്നാണ് അങ്ങനെയുള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്ന് നമുക്ക് വീണ്ടും 3 ടോപ്പിക്സുകൾ ഉണ്ട്. ബിബ്ലിയോഗ്രഫീസ് ടൈപ്സ് ഓർ കമ്പൈലേഷൻ, സെക്കൻഡറി സോഴ്സസ് ഓർ പീരിയോഡിക്കൽസ്, ടെറിഷറി സോഴ്സസ് ടൈപ്സ്. ഇനി അതേസമയം നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 5 2 ടോപ്പിക്സുകൾ ഉണ്ട്. ഹ്യൂമൻസ് ആൻഡ് സോഴ്സസിലെ ഇൻഫർമേഷൻ ജനറേറ്റേഴ്സ് ഓർ ഗ്യാദറേഴ്സും പെരിഫറൽ ഇൻഫർമേഷൻ പ്രൊഫഷണൽസ് നമുക്ക് ഇതേ കണ്ട് 28.6% പ്രോബബിലിറ്റി ആണ് ഉള്ളത്. ആൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 6 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഴ്സസിനകത്ത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലാർജ് സൊസൈറ്റീസിനകത്ത് 28.6% ആണ് അവിടെ ഉള്ളത്. സോ ഇനി നമ്മൾ ബ്ലോക്ക് 2 വരികയാണെങ്കിൽ മീഡിയ ആസ് സോഴ്സസിനകത്ത് മീഡിയ പേഴ്സൺസ് ആസ് സോഴ്സിനകത്ത് അഗൈൻ 28.6% ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ലിറ്ററേച്ചർ സെർച്ച് മാനുവൽ ഓർ കമ്പ്യൂട്ടർ ബേസും 28.6% ആണുള്ളത്. അതേസമയം ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 9 കണ്ടൻസേഷൻ ടൈപ്പ് സർവീസസും 28.6% ആണ്. ഇതേ സമയം നമുക്ക് 14.3% പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 1 നിന്നുണ്ട്. അതെല്ലാം വരുന്നത് യൂണിറ്റ് 1 ആണ്. സോ അത് നമുക്ക് ഡിഫറെന്റ് ടോപ്പിക്സുകൾ നോക്കാം. കാറ്റഗറീസ് പ്രൈമറി ഓർ സെക്കൻഡറി ഓർ ടെറിഷറി. പിന്നെ വരുന്ന കാറ്റഗറൈസേഷൻ ബൈ ഡെന്നിസ് ബ്രൂഗൻ, നെക്സ്റ്റ് കാറ്റഗറൈസേഷൻ ബൈ രംഗനാഥൻ ആൻഡ് കാറ്റഗറൈസേഷൻ ബൈ സുബ്രഹ്മണ്യൻ. ഇത്രയുമാണ് 14.3% ആയിട്ട് ഉള്ളത്. വീണ്ടും നമ്മൾ ബ്ലോക്ക് 1 ഡോക്യുമെന്ററി സോഴ്സസിനകത്ത് ഇവാലുവേറ്റ് ജോഗ്രാഫിക്കൽ സോഴ്സസ് ആണ് നമുക്ക് അഗൈൻ 14.3%. ആൻഡ് ഓൾസോ ബ്ലോക്ക് 2 നമുക്ക് ഇതേ കണക്ക് 14.3% വരുന്നുണ്ട്. യൂണിറ്റ് 5 2 ടോപ്പിക്സുകൾ അങ്ങനെയുണ്ട്. കോമൺ പീപ്പിൾ ആസ് ഡിസെമിനേറ്റേഴ്സും ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പേഴ്സും. ആൻഡ് ഓൾസോ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വീണ്ടും 2 ടോപ്പിക്സുകൾ ഉണ്ട്. ആർക്കൈവ്സ് ആസ് സോഴ്സസും മ്യൂസിയംസ് ആസ് ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സും. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 7 അഡ്വർടൈസ്മെന്റ്സ് ഇൻ മാസ് മീഡിയം ന്യൂസ് പേപ്പേഴ്സ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷനും വേണ്ടി നമുക്ക് 14.3% ആണ് ഇവിടെ ഉള്ളത്. നമ്മളെ ബ്ലോക്ക് 3 വരികയാണെങ്കിൽ യൂണിറ്റ് 10 അഗ്രിഗേറ്റേഴ്സ് ഓർ ഡിജിറ്റൽ ലൈബ്രറീസിനകത്ത് നമുക്ക് 14.3% ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ നീഡ്സും നമുക്ക് 14.3% ആണ്. പിന്നെ നമുക്ക് വരുന്നത് കറന്റ് അവയർനെസ് സർവീസ് ഫ്രം ബ്ലോക്ക് 3 14.3%. അതേസമയം ഡോക്യുമെന്റ് ഡെലിവറി സർവീസ് നമുക്ക് 14.3% ആണ്. ലാസ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 9 റെഫറൻസ് വേഴ്സസ് ഇൻഫർമേഷൻ സർവീസും നമുക്ക് 14.3% ആണ് ഉള്ളത്.
നമുക്കിവിടെ ഒരു നമുക്ക് ലിസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്. അതിൽ ഹൈ പറയുമ്പോൾ നമുക്ക് മെയിൻ വരുന്ന ടോപ്പിക്സ് യൂണിറ്റ് നമ്പർ 11, 6, 14 ഒക്കെയാണ്. സോ ഇൻഫർമേഷൻ ലിറ്ററസിയും യൂസർ എഡ്യൂക്കേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലേൺ സൊസൈറ്റീസും മാർക്കറ്റിംഗ് മിക്സ് ഓർ സെഗ്മെന്റേഷൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് വരിക. ഒരു മിഡ് റേഞ്ച് മിഡ് ലെവൽ ടോപ്പിക്സ് വരികയാണെങ്കിൽ യൂണിറ്റ് നമ്പർ നമുക്ക് 1 to 3 വരുന്ന പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബേസിക്സ്, പിന്നെ വരുന്ന യൂണിറ്റ് നമ്പർ 2 എന്നുള്ള പ്രൈമറി പീരിയോഡിക്കൽസുകൾ, വാല്യൂ ആഡഡ് ഓർ കണ്ടൻസേഷൻ ഓർ CAS, പിന്നെ വെബ് ഓർ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസസ്, പിന്നെ ഇലക്ട്രോണിക് ഡേറ്റാബേസസ് ഓർ അഗ്രിഗേറ്റേഴ്സ്. പിന്നെ ഏറ്റവും ലീസ്റ്റ് വരുന്ന സ്റ്റഡി ലിസ്റ്റിനകത്തുള്ളതാണ് യൂണിറ്റ് നമ്പർ 2, 7, 6 ആൻഡ് 4. അത് വരുന്ന ടോപ്പിക്സുകളാണ് സ്റ്റാൻഡേർഡ്സ് ഓർ പേറ്റൻസ് ഓർ ട്രേഡ് ലിറ്ററേച്ചർ, മീഡിയ പേഴ്സൺസ് ഓർ ആഡ്സ്, ആർക്കൈവ്സ് ഓർ മ്യൂസിയംസ്, ജോഗ്രഫിക്കൽ ഓർ ഇയർ ബുക്ക് ഇവാലുവേഷൻ. നമുക്ക് ലാസ്റ്റ് വരുന്നത് ഒരു സാമ്പിൾ, ഒരു പ്രഡിക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എന്നിട്ട് ശരിക്കും നമ്മുടെ എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിലുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ BLI 222 എന്ന് വരുന്നതാണ്. 3 hours ആണ്, 70 marks ആണ്. സോ പാർട്ട് 1-നകത്ത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് മൊത്തം നമുക്ക് ഒരു 6 ചോദ്യം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. അതും 10 മാർക്കാണ് ഓരോത്തിനകത്തും. 500 വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ പാർട്ട് വരെ നമുക്ക് ഇവിടെ ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതാം. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് 5 മാർക്കാണ്. സോ ടോട്ടൽ 6 into 5 30 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യന്റെയും വോളിയം എന്ന് പറയുന്നത് 250 ആണ്. സോ ഇത്രയുമാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത്രയുമാണ് നമുക്കുള്ളത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാം. ഡു വെൽ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.